ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എക്കോ റിവ്യൂലോട്ടാണ്. പടം ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ഇന്നാണ് പടം കാണുന്നത്. കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെ ടീമിൻ്റെ രണ്ടാമത്തെ വർക്കാണ്. ഡയറക്ടർ ദിൽജിത്ത് അയ്യത്താൻ, റൈറ്റർ സിനിമാറ്റോഗ്രാഫി. സിനിമാറ്റോഗ്രാഫി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുൽ രമേശാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. മ്യൂസിക് മുജീബ് മജീദാണ് മ്യൂസിക്. എഡിറ്റർ സൂരജ് ES. അപ്പോൾ കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെ ടീം മുഴുവനും ഉണ്ട്. കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെ കഥ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഒരു കാടിൻ്റെ പശ്ചാത്തലമാണ് ഇതിനകത്ത് എക്കോയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ പടം ഇതിനകത്ത് ടോട്ടലി പറയുവാണെങ്കിൽ എനിക്ക് ഈ പടം വർക്കായിട്ടുണ്ട്. എന്നിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. നമ്മൾ ഈ LJPയുടെ ഒക്കെ സ്റ്റോറിയിലോട്ട് ലെയർ ആയിട്ട് 3-4 ലെയർ ഉണ്ട്. പിന്നെ ഈ സ്റ്റോറി നോർമൽ പ്രേക്ഷകർക്ക് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. ശ്രദ്ധിച്ചിരുന്ന് കണ്ടില്ലെങ്കിൽ പിടി കിട്ടത്തില്ല. അപ്പം ഇതിനകത്ത് വിനീത്, അശോകൻ എല്ലാ ക്യാരക്ടറും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ്, ബിനു പപ്പു ഒക്കെ വ്യത്യസ്തമാർന്ന ഒരു റോളാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മലേഷ്യയിലായിട്ടുള്ള 2 പേരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന മലേഷ്യ ആയിട്ടുള്ളൊരു അമ്മൂമ്മയുടെ ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. അതും കിടിലനായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ ടഫ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടോ, പട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്ത പട്ടികളെ കൊണ്ട് കിടിലനായിട്ട് ആ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഒത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് സൂരജ് ES ആണ് ചെയ്തേക്കുന്നത്. അത് ഗ്രേഡിംഗ് ആയാലും അതിൻ്റെ ഒരു ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോളിവുഡ് ലെവലിലുള്ളൊരു വർക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിനകത്ത് ഈ ഒരു പടം ഞാൻ പറഞ്ഞില്ലോ, എല്ലാ പ്രേക്ഷകർക്കും ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. അപ്പോൾ പടം മലേഷ്യയിൽ നിന്ന് വന്ന ഒരു അമ്മൂമ്മ, ആ അമ്മൂമ്മയെ പരിചരിക്കുന്ന ഒരു വ്യക്തി, അതാണ് സന്ദീപ് എന്ന് പറയുന്നത്. പിന്നെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും വിനീതിൻ്റെ ക്യാരക്ടറും അശോകൻ്റെ ക്യാരക്ടറും ഇവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയും, പിന്നെ ആ ഒരു വ്യക്തിയെ തേടി നടക്കുന്ന കുറച്ച് ഓഫീസറും, ഇങ്ങനെ പോകുന്നൊരു സ്റ്റോറി. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അത് എങ്ങനെ, പിന്നെ ക്ലൈമാക്സും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തേക്കുന്ന മ്യൂസിക് മുജീബ് മജീദിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്. മാസമായിട്ടുള്ളൊരു സാധനമാണ്. കുര്യച്ചനായിട്ട് ചെയ്ത സൗരഭ് സച്ചിദേവും പുള്ളിക്കാരൻ്റെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ബേസിലാണ് പോകുന്നത്. സ്ലോ ബേസിൽ കിഷ്കിന്ധാ കാണ്ഡം പോലെ സ്ലോ ബേസിൽ പോയി ഓരോ ഇൻ്റർവെല് വരെ നമുക്കൊരു ബിൽഡപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രില്ലിങ് ആയിട്ടുള്ളതും സസ്പെൻസ് ആയിട്ടുള്ളതും കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഈ ഒരു കിഷ്കിന്ധാ കാണ്ഡം പോലെ തന്നെ എല്ലാവരുടെയും ഒരു നല്ലൊരു വർക്കായിട്ട് ഇതിനെ കണക്കാം. എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു സാധനം എക്കോ. ഒന്നുകൂടെ പറയാം, ഈ ഒരു പടം ശ്രദ്ധിച്ചിരുന്ന് കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ 1-2 പോകും പിന്നെ ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. നമുക്ക് പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് ചിന്തിക്കാനും വിട്ടുകൊടുത്തിട്ടാണ് പടം നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു പടം കൂടിയാണ് എക്കോ. എനിക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കാനും ഇല്ല. നമുക്കത് ചിന്തിച്ച് നമുക്ക് ഓരോ സീനിൽ എനിക്ക് 2-3 നമ്മൾ ചിന്തിക്കും, ഇയാളായിരിക്കും. പക്ഷേ അത് തീരാറായിട്ട് വരുമ്പോൾ അയാളല്ല, അങ്ങനെയുള്ള രീതിയിൽ തോന്നും. കിഷ്കിന്ധാ കാണ്ഡം പോലെ തന്നെ അത് നമുക്ക് ചിന്തിക്കാൻ, സിനിമ തീർന്നു കഴിയുമ്പോഴും ചിന്തിക്കാനുള്ളൊരു ചിന്തിക്കാൻ ഇട്ട് തന്നിട്ടാണ് പടം നിർത്തിയേക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു വർക്കായിരുന്നു. എനിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പടം കൂടിയാണ് എക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.